ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് അമ്മണി കുറച്ച് തിരക്കിലാണ് എഡിറ്റിങ്ങിൻ്റെ കൂടെ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അത് കുട്ടൻ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ജയ്പൂർ പോകാൻ പ്ലാൻ. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ ഗായ്സ്, ബൈ ബൈ ഗായ്സ്. ഇത് നമ്മൾ മൂന്നേരും കൂടി വെള്ളം തപ്പിയറിയിക്കാം. നമുക്ക് മെയിനായിട്ട് വരുന്ന ഇഷ്യൂ അതാണ് വെള്ളം. കുക്കിങ്ങിനൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് തപ്പിയറിയിക്കാണ്. ഇനി എവിടെ കിട്ടുമെന്ന് നമുക്കറിയില്ല. ബാക്കി നമുക്ക് നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അടുത്ത ബ്ലോഗായിട്ട് വരാം. അടുത്ത ബ്ലോഗല്ല, അടുത്ത കണ്ടൻ്റായിട്ട് വരാം നമുക്ക് എന്തായാലും. ഓക്കെ, സ്റ്റേ ചെയ്യാനാണ്ട് അടുത്തുള്ളൊരു ടൗൺ ഏരിയ ആട്ടത്. ഇതുണ്ടോ, ടൗൺ ഏരിയ ആണ് കാണുന്നതാട്ടോ. ഇവിടുത്തെ സ്റ്റുഡിയോ കണ്ടില്ലേ, പുറത്ത് ഫോട്ടോ കണ്ടിട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. എന്താ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ സ്റ്റുഡിയോ ഉണ്ട്. നമുക്ക് വെള്ളം കിട്ടിയിട്ടാ 3 മേടിച്ചു. നമ്മൾ 5 ലിറ്റർ അത് ഇവിടെ നിന്നാണ് കിട്ടിയത്. ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ്. ഇപ്പൊ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറേ നടന്ന് ഇപ്പൊ നേരെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവാ. റൂമിലേക്ക് പോയിട്ട് നേരെ ബൈക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടി എടുത്ത് നേരെ സ്ഥലം വിടും. സ്ട്രേറ്റ് ടു ജയ്പൂർ. നമ്മളിതാ പോവാട്ടാ. വണ്ടി എടുത്ത് ഇറങ്ങി ല്ലേ. അപ്പൊ നമ്മള് മാർബിള് കട്ട് ചെയ്യാനോടത്തേക്ക് വന്നേക്കാണ്. കട്ട് ചെയ്യണമെന്നൊന്ന് കാണാനും നോക്കാൻ എങ്ങനെയാന്ന് അറിയാനായിട്ട് വന്നേക്കാണ്. ഇവിടെ കണ്ട കൊറേ ഇങ്ങനെ മാർബിളൊക്കെ ഇട്ടുണ്ട്. ഇങ്ങനെ പീസാക്കാളതും പീസാക്കിയിട്ടുള്ളതും എല്ലാം ഉണ്ട്. ഇവിടെയാണ് കട്ട് ചെയ്യണത് എന്ന് വെച്ചാൽ പറയണു. നമുക്ക് പോയി നോക്കി നോക്കാം. ഇവിടെ ഫാക്ടറി ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ട ഇവിടെ കൊറേ ഇതൊക്കെ എടുക്കുന്നു. ഇത് മാർബിള് കട്ട് ചെയ്യാനായിട്ട് കാണുന്നേ. വെള്ളം ഒഴിച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ടുള്ള വെള്ളം ഇങ്ങനെ പോയിട്ട് അവിടേക്ക് വിടാന്നുണ്ട്. അവിടെ കളയാന്നുണ്ട്. ഇവിടെ പ്യൂരിഫൈങ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് അറിയില്ല. ഇവിടെയാണ് കട്ട് ചെയ്ത് നമ്മള് കണ്ടത്. കട്ടിങ് അവിടെ ഇതിനെ എടുത്ത് ഇങ്ങനെ എടുക്കണതാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇനി എടുക്കണ മെഷീനൊക്കെ ഉണ്ട്. നമുക്ക് ഇത് കാണിച്ചു തരാം. കൊണ്ടു മാർബിളിന്റെ ഇത് നമുക്ക് മുറുക്കി ഇവിടെ നിന്നെടുത്ത് കൊണ്ടുപോകും. ഇവിടെ ഫുള്ള് മാർബിളുകൾ കണ്ടു. അടിയിലൊക്കെ മാർബിളാ. മുറിച്ചിട്ടുള്ള പീസുകളും
നമുക്കൊന്ന് ഒരെണ്ണം അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം. ഇവിടെ ഫുള്ള് മാർബിളുകളാണ് പൈസ എഴുതി വെച്ചിരുന്ന കേട്ടോ മലയാളം മുകളില് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ. വണ്ടി ട്രൈ ചൂരുണ്ടാകുന്ന സ്ഥലമല്ല, ചൂരുകളൊക്കെ ഉണ്ടാക്കിയത് ചൂരൊക്കെ ഉണ്ടാക്കുന്ന ഏരിയയാണ്. നമ്മളിത് ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, അവിടേക്ക് പോണ യാത്ര. കുട്ടൻ നമ്മളിത്ര പേരുണ്ട്, പിന്നെ പൂർണ്ണമാക്കി ബാക്കിയാണ്. ഭയങ്കര റഷ് അവിടെ, ഓണടിക്കും, ഒന്നും കേൾക്കാനില്ല, ഒന്നും പറയാൻ പറ്റണ്ടേ. ഇവിടുത്തെ ഉള്ളിലേക്കുള്ള വഴി പോകുമ്പോൾ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കുറേ ഷോപ്സ് നമ്മളൊക്കെ ഉണ്ട്, ഡ്രസ്സ്, സ്വീറ്റ്സ്. അതെ, ഇവിടെ കൂടുതലും അത് ചെറിയ റിക്ഷ, കാരണം വെച്ചാൽ ഇത്രയും ചെറിയ വഴി കൂടെ അത്ര അടിപൊളിയായിട്ട് പോലെ വരും. ചെറിയ ചെറിയ റിക്ഷാസാണ് കൂടുതലുള്ളത്. ഡ്രസ്സിൻ്റെ ഷോപ്പ് ആണിത്. ഇവിടുത്തെ ഹോട്ടൽസ് വളയുടെ ഒക്കെ കടകളാട്ടോ. ഡ്രസ്സിൻ്റെ ഷോപ്പ്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫുഡുകളൊക്കെ ഇതാണ്ടാവും. മെയിനായിട്ട് ഫുഡുകളൊക്കെ ഷോപ്പാണ്. ചപ്പാത്തിനാണ്, റൊട്ടി, ചിക്കൻ ഫ്രൈ. ഇതാണ് ഇവിടുത്തെ ദർഗയിലുള്ള വഴിയാട്ടത്. ചെറിയൊരു ദർഗ വലിയ ചെമ്പതിന് വെച്ചാൽ മറ്റേ ബിരിയാണി ഉണ്ടാക്കും, നേർച്ചയ്ക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവം അത് ചെമ്പ് കണ്ടത്. അവിടെയും അതിന് സെൻസാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി കയ്യും കാലും നോങ്ങ കഴിക്കുന്ന സ്ഥലത്തെ സംഭവമാണ്. നമ്മളിത് ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ നമ്മൾ നേരം വന്ന് ഡെസേർട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് വരെ പോവാം, അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസിൻ്റെ നോക്കാം, അതൊക്കെ ചെയ്യാം. തിരിച്ച് നേരെ ജയ്പൂർ പോവാം. ഇതാണ് ഇവിടുത്തെ നമ്മുടെ 10 രൂപ ചായ. 10 രൂപ ചായ. ഓക്കെ, ഉണ്ടാക്കി കാണാം. നമ്മൾ അമ്മണിക്ക് വളം മേടിക്കാൻ കുപ്പിവള ഭയങ്കര ക്രൈസാണ്. കുപ്പിവള മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാം. ഇഷ്ടം പോലെ വളമുണ്ട്. അമ്മണിക്ക് വേണ്ടി എടുത്തത്. കയ്യിലടിച്ചു മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്ന കാണുന്നത്. റെഡി റെഡി വളരെ വലിയ റെഡി. ഇതാണ് അജ്മീർ റെയിൽവേ സ്റ്റേഷൻ. ഇത് കാണുന്നതാണ് അജ്മീർ ലേക്ക് കേട്ടോ. അജ്മീർ ലേക്ക്, അജ്മീർ ലേക്കാണ് കാണുന്നത്. അവിടെ അജ്മീർ ടെമ്പിളൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. എനിക്ക് കാണാം എന്തായാലും. ഇതാണ് നമ്മുടെ
ഗൈസ് നമ്മളിനിപ്പോൾ നേരെ ക്യാമറ റൈഡിന് പോകണം. അതാണ് നമ്മുടെ ക്യാമറ. വണ്ടി കൂടെ പാർക്ക് ചെയ്തു. വണ്ടി നോക്കി പിന്നെ ബാക്കി പോകുന്ന വിശേഷം കാണാം. ഓക്കെ അപ്പുണ്ണി ഇതിൽ കയറാൻ പോവാണ്. बच्चा कौन आगे बैठना पड़ेगा? बच्चा आगे वेरी गुड गुड जंप. കണ്ണായി പല്ലുണ്ട അപ്പൊ നമ്മൾ അപ്പുണ്ണി അയ്യോ बॉडी पीछे से झुक के इसको पकड़े टाइट रखना. അയ്യോ बॉडी कंफर्टेबल कर लो. അമ്മേ അമ്മ റെക്കോർഡിംഗല്ലോ നമ്മുടെ ക്യാമറ ചുണ്ടോണ്ടൊക്കെ എന്തൊക്കെയാണ് കുട്ടനെ കണ്ടിട്ടാണ്ട് നമ്മുടെ ക്യാമറ കേട്ടാ. ഞങ്ങളിത് ഒട്ടകപ്പുറത്തിനെ പോയിക്കൊണ്ടിരിക്കുക. ഫ്രണ്ടില് അച്ഛനമ്മയും ഒട്ടകത്തിന്റെ വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങളുടെ ഒട്ടകം സേഫ് ആയിട്ട് കൊണ്ടുണ്ട്. ഇതിന്റെ മോൾക്ക് പാസിങ് ഉണ്ട്, റോഡ് ക്രോസിങ് ഉണ്ട് നമുക്ക്. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങള്. ഒട്ടകപ്പുറത്തെ ബാക്കി യാത്രകൾ നമുക്ക് കാണാം. നമ്മളിത് മരുഭൂമിക്ക് കടന്നു വന്നോ. അമ്മതേ പോണു. അമ്മിണി കുട്ടൻ അതേ നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ തിരിച്ചു കൊടുക്കേണ്ടി വന്നിക്കാണ്. അത് തിരിച്ചു കഴിഞ്ഞിട്ട് വേണം നേരെ ഒട്ടകത്ത് കയറിട്ടൊന്ന് കറങ്ങിയിട്ട് നേരെ അമ്പലത്തേക്ക് പോകണം. ബാക്കി ആരും അപ്പം കാണാം. ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ്ടാ. ഇവര് മറ്റേ പാട്ടൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ടോ അവര് സംഭവം പാട്ട് വായിക്കുന്ന ആൾക്കാർ. മജാബ്
बोलो काली मैया की जय हो। मायने लेके जाएगा करण वीडियो में वो तो भी है वाला हम पूछते हैं बहुत फेमस है ना बता जो ऊँट वगैरह थोड़ा होता ना जिससे डेकोरेशन वगैरह सनसेट എടുക്കടാ എടുക്കണ്ട് राइड वगैरह करना नहीं അച്ഛനാണ് ഇനി ഒട്ടകപ്പുറത്ത്, ഞാൻ അമ്മ അമ്മിണി കുട്ടനൊക്കെ വണ്ടിയിൽ കയറി. ഇനിയിപ്പോ അച്ഛന്റെ ഒട്ടക യാത്രയാണ് ഇനി. ഡിങ് 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 ഏ നല്ല സുഖം ഉണ്ടാവും. സാൻഡാറ്റർ ഉണ്ടോ അമ്പലുണ്ടാക്കി വെച്ചിരിക്കുക. എന്തൊക്കെയാ നമ്മുടെ ചെറിയില്ലേ, ചെറി ബ്ലാക്ക്ബെറി, അതിന്റെ കൃഷിയാട്ടാ കാണുന്നത്. മുള്ളമ്പഴത്തിന്റെ ഉണ്ടോ നൊട്ടാക്കുട്ടൻ അച്ഛൻകുട്ടൻ. ഈ കാണുന്നത് റോസാപ്പൂവിന്റെ തോട്ടാട്ടാ. പക്ഷെ അധികം റോസാപ്പൂവിന്റെ അവിടെ ഇടയ്ക്കായിട്ട് കുറച്ച് കാണാണ്ട്. റോസാപ്പൂവിന്റെ ഒരു തോട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മള് റൈഡൊക്കെ കഴിഞ്ഞെത്തി. ഇപ്പോൾ കാറെടുന്നാലും നേരെ നമ്മൾ പോണത് നമ്മുടെ അമ്പലത്തിലേക്കാണ്. അപ്പോൾ നമ്മളാ ഒരു കൊണ്ടുപോകുന്ന ചേട്ടൻ ഉണ്ട്, പിന്നെ ഒരാൾ. അപ്പോൾ കഴിച്ച് നമ്മളിത് അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. ഇവിടുത്തെ ബ്രഹ്മാവിൻ്റെ അമ്പലമാണെന്ന് പറഞ്ഞത്. അപ്പോൾ പോയി നോക്കട്ടെ, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമസ്കാരം. നമ്മളിപ്പോ അജ്മീർ കഴിഞ്ഞു, പുഷ്കറിലാണ്. പുഷ്കർ ബ്രഹ്മാവിന്റെ അമ്പലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇത് ലോകത്തിലെ ബ്രഹ്മാവിന്റെ അമ്പലങ്ങൾ വളരെ കുറവുള്ളൂ. അതിപ്രശസ്തമായിട്ടുള്ള പുഷ്കർ ബ്രഹ്മക്ഷേത്രമാണ് അതില്. ഇവിടെ ഞങ്ങൾ തൊഴുമ്പോൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ബാക്കിയായിട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് ഈ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ കുറേ ഡ്രസ്സിൻ്റെ ഷോപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. ബാഗ്, ചെരുപ്പ്, ഇവിടുത്തെ ലെതർ ടൈപ്പ് ചെരുപ്പ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ലസ്സി. ലസ്സി കുടിക്കാൻ നിൽക്കാൻ നമ്മൾ ലസ്സിയാണ് കേട്ടോ. ലസ്സി നമ്മള് ഓൾമോസ്റ്റ് ആ ലേക്ക് ഭാഗത്തേക്ക് എത്തി. ബ്രഹ്മാവ് തപസ്സിരുന്ന സ്ഥലമാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മളെ ഇവിടത്തെ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ മേടിച്ചാട്ടോ. ഇവിടുന്ന് മേടിച്ചൊരു സുവീനിയറാണ്. ഇവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. ഇതാട്ടോ ഇവിടുത്തെ കുൽഫി എന്ന് പറഞ്ഞത്. ഒതന്റിക് കുൽഫിയാണിത്. എടുക്കും. ഇതാണ് അതിൻ്റെ. ഓക്കെ, നമ്മളിതാ ഓട്ടോറിക്ഷയിൽ കയറി കഴിയുമ്പോൾ നേരെ പാർക്കിങ്ങിൽ പോയിട്ട് നേരെ പോയി വണ്ടി എടുക്കുക. ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. നേരെ പോയിട്ട് വണ്ടി എടുക്കാൻ നേരെ ഇനി ജയ്പൂരിലേക്ക്. ഓക്കെ, ബൈ ഗായ്സ്. നമ്മുടെ ഫുഡ് എത്തി. അച്ഛനും അമ്മയും ആലുപൊറോട്ട പറഞ്ഞ, ഞാൻ അമ്മയും കുട്ടികളും റൊട്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ആലുപൊറോട്ട, ചന മസാല ആണ്. പിന്നെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാക്കാൻ വെച്ചു. കാരണം വെച്ചാൽ നമ്മൾ എത്തുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് പുറത്തുനിന്നാക്കാൻ വെച്ചു. ഓക്കെ ഗായ്സ്, കഴിച്ചിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പോൾ വീഡിയോയുടെ ഡേ 8 വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് ടയേർഡാണ്. ഒരു 12:30 ഒക്കെ ഇപ്പോൾ നമ്മൾ റൂമിലെത്തിയത്. കുറച്ച് ലേറ്റായി. അപ്പോൾ ഡേ 9 നമുക്ക് നാളെ കാണാം. കുറച്ച് ജയ്പൂർ വിശേഷങ്ങളായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.